മിസ്റ്റർ ഫൊക്കാന 2000, അതായത് ഒർലാൻഡോയിൽ നടന്നിട്ടുള്ള ഫൊക്കാനയിലെ മിസ്റ്റർ ഫൊക്കാന എന്ന ടൈറ്റിലിന് അർഹനായ വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാൻ രമ എന്ന് പറഞ്ഞെങ്കിലും ഡോക്ടർ രമ, സോറി. അതുപോലെ തന്നെ എയ്റോസ്പേസ് എഞ്ചിനീയറാണ് മിസ്റ്റർ വെങ്കിട്ടരാമൻ. എയ്റോസ്പേസ് എഞ്ചിനീയറായിട്ട് ഒർലാൻഡോയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ ഈ വർഷത്തെ തിരുവോണത്തിന്റെ മെസ്സേജ് നൽകുവാനായിട്ട് ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്ഥലം ക്ഷണിച്ചുകൊള്ളുന്നു. മിസ്റ്റർ ആർ കെ വെങ്കിട്ടരാമൻ, പ്ലീസ് ഗിവ് ഹിം എ റൗണ്ട് ഓഫ് അപ്ലോസ്. താങ്ക് യു. ഇത് ഓപ്പൺ സ്പേസ് വെച്ച് നന്നായി. കുറച്ചുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങ് ആകാശം മുട്ടിപ്പോയി. എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ കുഞ്ഞോളങ്ങളുടെ എനിക്കൊരു താങ്ക്സ് പറയുന്നതിന് കൂടുതൽ സോറി പറയാനുണ്ട്. അത് മുൻകൂർ ജാമ്യമാണ്. എന്തെന്നാണ് ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവും. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ആന്റി എന്നെ വിളിച്ച് പറഞ്ഞു ഇന്നപോലെ ഒരു ഒരു ഓണം മെസ്സേജ് കൊടുക്കണം. അപ്പൊ ഞാനപ്പോ വിചാരിച്ചു എന്താണ് ഈ ഷോ കാണിക്കാൻ കിട്ടുന്ന ഒരു സമയമല്ലേ, വെറുതെ വേണ്ടെന്ന് നമുക്ക് തട്ടിക്കളയണമെന്ന് ഞാൻ സംഭവിച്ചു. അപ്പൊ ആദ്യം മനസ്സിൽ വിചാരിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്ന പോലെ കേരളത്തിന്റെ വളരെ പൊതുവെയുള്ള ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണം, അതിൽ മഹാബലി തമ്പുരാൻ വരുന്നു, നമ്മളെല്ലാം ആഹ്ലാദിക്കണം എന്നൊക്കെ സാധാരണ ആൾക്കാർ പറയുന്ന പോലെ പറയണമെന്ന് മനസ്സിൽ വിചാരിച്ചു. ഇതെല്ലാം കേട്ട് തരമ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇത് വീണ്ടും വേണമോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു കൊച്ചു പിള്ളേരുണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും ഈ ഓണത്തിനെ കുറിച്ചുള്ള കഥയോ അല്ലെങ്കിൽ ഓണം എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതായത് there was a king called Mahabali. He was very kind at heart and he was very nice guy, and there was this little boy woman who came down and stamped him down there എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാൻ വിചാരിച്ചു. അത് പിന്നെ ഇവിടെ പിള്ളേരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായി അവർ അതിനേക്കാൾ നല്ലവർ അത് എനിക്ക് പറഞ്ഞു. അപ്പൊ എന്ത് പറയണം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ജീവിതം എന്ന അറ്റ്ലാന്റിക് ഓഷ്യൻ നീന്തി കിടന്ന നിങ്ങളുടെയൊക്കെ മുമ്പില് പാവം 25 വയസ്സുകാരൻ കരക്കിരുന്ന് നോക്കുന്ന ഞാൻ എന്ത് സന്ദേശം തരാനാണ്. എങ്കിലും തന്ന അവസരം ഞാൻ മുതലെടുക്കുന്നു. എന്റെ ചെറിയ മനസ്സിൽ തോന്നിയ കുറച്ച് ആശയങ്ങൾ, അത് ഓണത്തോടനുബന്ധിച്ചായിരിക്കാം അല്ലായിരിക്കാം, ഞാൻ ഈ അവസരം ഉപയോഗിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. ഒന്ന്, ഇക്കാലം അത്രയും, അതായത് 25 വർഷങ്ങൾ കൊണ്ട് ഇതുവരെ ഒരു ഒറിജിനൽ മാവേലിയെയോ ഒരു വാമനന്റെ ഓലക്കുടയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഉള്ളത് പറയാം. പിന്നെ ഈ കഥയിൽ പിന്നെയാണ് എനിക്ക് ഇതിന്റെ കാര്യം മനസ്സിലായി. ഈ കഥയിലല്ല, കഥയിലുള്ള സാരം, അതിനാണ് പ്രാധാന്യം. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, ഇതൊക്കെ വെറും സാങ്കല്പിക എന്താ സിറ്റുവേഷൻസ് ആണെങ്കിലും ഈ ഒരു സമയം നമ്മുടെ മണ്ണിൽ ഉള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ എന്ന് നാം സ്നേഹിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ മനുഷ്യർ, അവരെ കുറിച്ച് ഓർക്കാനുള്ളൊരു അവസരമായി ഞാനിത് കരുതുന്നു. ഇവിടെ നമ്മൾ ചിരിച്ച് കളിച്ച് സദ്യയൊക്കെ കൊണ്ടുവന്നു. എങ്കിലും നമ്മുടെ നാട്ടിലെ സ്ഥിതി ഇപ്പോഴും ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നുള്ളതാണ്. അതായത് ആഘോഷം ഏതാണേലും പാവപ്പെട്ടവൻ ഇപ്പോഴും പാവപ്പെട്ടവൻ തന്നെ. അപ്പൊ ഈ ഒരു അവസരം നമ്മൾ ആഹ്ലാദിക്കുന്നതിന്റെ കൂടെ തന്നെ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്നും കൂടെ നമുക്കൊന്ന് ചിന്തിക്കണം എന്നുള്ളത് എന്റെ റിക്വസ്റ്റാണ്. ബിക്കോസ് we all have so many responsibilities and we have so much time left. But I think this is the right time that we can ponder about this issue. And second major point is, today is August 19. 4 days has passed since our motherland has been celebrating her 60 years of freedom. സ്വാതന്ത്ര്യം. എന്താണ് സ്വാതന്ത്ര്യം? പണ്ട് ഉള്ളൂര് പറഞ്ഞു, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അതുപോലെ നമ്മുടെ വലിയൊരു ഫേമസ് സമരസേനാനി ഉണ്ടായിരുന്നു, ബാൽ ഗംഗാധർ തിലക്. അദ്ദേഹം സാഹിബിന്റെ കോടതി പറയുണ്ടായി, ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ഇതൊക്കെ ഇങ്ങനെ വാദോരാതെ നമ്മളും സംസാരിക്കും. പക്ഷെ എന്താണ് ഈ ഫ്രീഡം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഫ്രീഡം ഫ്രം കറപ്ഷൻ, ഫ്രീഡം ഫ്രം പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ, ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ മമ്മൂട്ടിയുടെ ജോസഫ് അലക്സ് IAS ഒന്നും അല്ല. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയത്തുമില്ല. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീഡം ഓഫ് മൈൻഡ്, ഫ്രീഡം ഓഫ് തോട്ട്, മാനസിക സ്വാതന്ത്ര്യം,
എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. അത് എന്തുകൊണ്ട് ഞാനിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പരിചയപ്പെട്ടതും ഞാൻ പൊതുവെ കണ്ട മനുഷ്യരിൽ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ വികാരങ്ങൾ നമ്മൾ പലപ്പോഴും പുറത്ത് കൊണ്ടുവരുന്നില്ല. ഭയം, കൂട്ടത്തിൽ ഒറ്റപ്പെടുവോ എന്നുള്ള ഭയം. ഹൗ ക്യാൻ വി സർവൈവ് ഫ്രം എ മാഡിങ് ക്രൗഡ്? ഹൗ ക്യാൻ വി സ്റ്റാൻഡ് അലോൺ ഫ്രം എ മാഡിങ് ക്രൗഡ്? അതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചിന്ത. So we are still subjugated. We are still subjugated, though we have what we call freedom. അപ്പോൾ തത്വശാസ്ത്രം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രോബ്ലംസിനും ഉത്തരം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടെന്നാണ്. അത് കാണണമെങ്കിൽ അകക്കണ്ണ് വേണം, അതിന് മെന്റൽ ഫ്രീഡം വേണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചിരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ കഴിക്കുന്നത്, നമ്മൾ നടക്കുന്ന വിധം, നമ്മൾ ഉടുക്കുന്ന വേഷം എല്ലാം ചുറ്റുമുള്ള 4 പേരാണ് നിർണ്ണയിക്കുന്നത്, നമ്മളല്ല നിർണ്ണയിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുമോ, അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അല്ലാതെ നമ്മുടെ ഉള്ളിൽ എന്ത് ശരി എന്ത് തെറ്റ് നമ്മുടെ മാനസിക നില വെച്ച് നമ്മൾ നിശ്ചയിക്കാറില്ല. അത് ഞാൻ പലപ്പോഴും പലരും കണ്ടിട്ടുണ്ട്. അത് നമ്മൾ വളർത്തിയെടുക്കണം. നമ്മുടെ സ്വന്തമായ രീതിയിൽ ചിന്തിക്കാനും സ്വന്തമായ രീതിയിൽ പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. അത് വരും തലമുറയ്ക്ക് എനിക്ക് പറയണം എന്ന് തോന്നിയൊരു മെസ്സേജാണ്. അത് എത്ര പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോ ഈ മുമ്പേ ഗമിക്കും ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്നൊക്കെ പറഞ്ഞ ആരൊക്കെയാ പറഞ്ഞിട്ടുണ്ട്, ആരൊന്നും എനിക്കറിയില്ല. അതായത് ഈ പാടത്തൂടെ പശുക്കൾ പോകുമ്പോ അതിന്റെ ആദ്യം പോയ പശുവിന്റെ പുറകെ തന്നെ എല്ലാവരും അങ്ങ് പോകും മേയാൻ. ആ ഒരു ഗതികേടാണ് ഹ്യൂമൻ സൊസൈറ്റിക്ക് ഇപ്പൊ. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രവാസി മലയാളികൾ ഇവിടെ വന്നിട്ട് ആരെന്ത് ചെയ്യണോ അതിനെ നമ്മൾ അനുകരിച്ച് നമ്മൾ എങ്ങനെ മേർജ് വിത്ത് ദ ക്രൗഡ് ആവാൻ നോക്കുകയാണ്. സോ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, വി ഷുഡ് ഹാവ് അവർ ഓൺ ഐഡന്റിറ്റി. വെറെവർ വി ഗോ വി ഷുഡ് സ്റ്റാൻഡ് അപ്പ് ഇൻ അവർ ഓൺ വേ. അല്ലാതെ മറ്റുള്ളവരെ അനുകരിച്ചോ അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലിനോട് എനിക്കെന്തോ പൊതുവെ താല്പര്യമില്ല. കാര്യം നമ്മുടെ മനസ്സിൽ എന്ത് ശരി എന്ത് തെറ്റെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. വി ആർ സബ്ജുഗേറ്റഡ്. ദാറ്റ്സ് എ ഫാക്ട്. സോ കൂടുതൽ വലിച്ചൊന്നും നീട്ടാനില്ല. എന്ത് പറയാൻ, ഈ നമ്മുടെ ചേഞ്ച് ഇസ് ദ സ്പൈസ് ഓഫ് ലൈഫ്, ചേഞ്ച് ഇസ് സംതിങ് ദാറ്റ് നെവർ ചേഞ്ചസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. സോ to bring about a change, we should think independently. We should think above the constraints of this society. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മോഹൻലാലിന്റെ ഒരു മലയാളം പടം കണ്ടു. അതിനകത്ത് പറഞ്ഞു, മാറ്റുവിൻ ചട്ടങ്ങളെ ഇല്ലെങ്കിൽ മാറ്റും അത് നിങ്ങളെ തന്നെ. കുമാരനാശാൻ പറഞ്ഞത് മോഹൻലാൽ പറഞ്ഞു, എനിക്കറിയത്തില്ല. അപ്പോ ഞാനിപ്പോ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വതന്ത്രമായി ചിന്തിക്കാനും ചിന്തിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനും നമ്മൾ എല്ലാവർക്കും കരുത്തുണ്ടാകണം. കാര്യം, ചരിത്രത്തിൽ എന്നും തിളങ്ങി നിന്നവർ അവരവരുടെ ആശയങ്ങളെ വിശ്വസിച്ചും അതിനുവേണ്ടി പ്രവർത്തിച്ചവരും മാത്രമാണ് ചരിത്രത്തിൽ പേര് നേടിയിട്ടുള്ളത്. അതിനുവേണ്ടി എന്ത് യാതനകളും സഹിക്കേണ്ടി വന്നത്. സോ അത് എന്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു കാര്യമാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവച്ചു. പറഞ്ഞത് വിഡിത്തമാണെങ്കിൽ ഈ ചെറുപ്രായക്കാരന്റെ അനുഭവക്കുറവെന്ന് കരുതി എന്നോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ് ഹിന്ദ്.